നമുക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. ഇക്കൊല്ലത്തെ ക്രിസ്മസിന്റെ ടൈമിലെ നമ്മൾ മുംബൈയിലായിരിക്കും. അതുകൊണ്ട് തന്നെ സ്വസ്തിയിലെ ആദ്യത്തെ ക്രിസ്മസിന് ഞാൻ ആഗ്രഹിച്ച പോലെയുള്ള അലങ്കാരങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ പിന്നെ ക്രിസ്മസിന്റെ തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ ക്രിസ്മസ് വൈബ് കിട്ടാനായിട്ട് ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനായിട്ട് പ്ലാൻ ഇട്ടു. അതിനായിട്ട് ഞാൻ ഇന്നിട്ടിരിക്കുന്നത് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കോട്ട് സെറ്റ് ആണ് കേട്ടാ. അമ്മൂസ് ബുട്ടീക്ക് എന്ന് പറഞ്ഞ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടാ ഞാൻ ഈ കോട്ട് സെറ്റ് സെലക്ട് ചെയ്തത്. ബാക്കി ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കാട്ടാ. അപ്പൊ നമുക്ക് പോയാലോ? എങ്ങോട്ടാന്നല്ലേ? വേറെ എവിടേക്കും അല്ല, ഇടയ്ക്കിടയ്ക്ക് പോകാറുള്ള സ്ഥലം തന്നെയാ. നമ്മുടെ ഹൈലൈറ്റ് മാളില്ലേ, അവിടേക്ക് തന്നെ. എന്തായാലും ഹൈലൈറ്റ് മാളില് ക്രിസ്മസ് ഒക്കെ ആവാറായിട്ട് നന്നായിട്ട് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ കുട്ടികളുടെ പ്ലേ ഏരിയ ഒക്കെ ഇപ്പൊ ഓപ്പൺ ആണെന്നാ പറഞ്ഞേ. അപ്പൊ അതൊക്കെ ഒന്ന് കുട്ടികളെ കാണിക്കുകയും ചെയ്യാം. നമുക്ക് നമ്മുടെ പച്ചക്കറിയും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യും ചെയ്യാം. പിന്നെ ഇവിടത്തെ സിനിമാ തിയേറ്ററും ഇപ്പൊ ഓപ്പൺ ആണ് കേട്ടാ. ആദ്യം ഞങ്ങൾ മൂവിയും കൂടി കാണാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ഫംഗ്ഷൻ ഉള്ള കാരണം കൊണ്ട് ഇന്ന് മൂവിക്ക് കയറാൻ പറ്റില്ല. അത് വേറൊരു ദിവസമാക്കാം. ഇനിയും ദിവസങ്ങളും സിനിമകളൊക്കെ ഉണ്ടല്ലോ, കാണാന്നേ ഒരു ദിവസം. അങ്ങനെ നമ്മുടെ ഹൈലൈറ്റ് മാളിലെത്തി ഇഗ്ലു ഒക്കെ ഉണ്ടാക്കി വെച്ചേക്കണ കണ്ടുകൂട്ടാ. കുട്ടികളാണെങ്കിൽ പ്ലേ ഏരിയയിലേക്ക് പോകാൻ വേണ്ടിട്ട് തിരക്ക് കൂട്ടാണ്. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വിട്ടുകൂട്ടാ. അവിടുത്തെ കാർഡ് എടുക്കണതിന് മുമ്പേ ഏതൊക്കെ സംഭവത്തിലാണ് കയറണ്ടേ എന്ന് ആദ്യമേ ഒരു തീരുമാനം എടുത്തുകൂട്ടാ. അതിനുശേഷം പോയി പേയ്മെന്റ് ഒക്കെ ചെയ്ത് ഒരു കാർഡ് എടുത്തു. അവിടെയുള്ള പാക്കേജ് എങ്ങനെയാന്ന് വെച്ചാൽ 700 ചില്ലാന്റെ ഒരു പാക്കേജും 1180ന്റെ ഒരു പാക്കേജും ആണ് കേട്ടാ. ആദ്യം തന്നെ കയറിയത് ഈ ഒരു കാറിന്റെ സംഭവത്തിലാണ്. ജാനുവിന്റെ പാവേനെ വരെ സീറ്റ് ബെൽറ്റ് ഇടിപ്പിച്ചിട്ടാണ് ഇരുത്തിയിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞതും നമശിവിന്റെ ഒരു വമ്പൻ വെടിവെപ്പായിരുന്നു കേട്ടാ. പക്ഷെ നമശിവിന് ആകെ ഒരു പോയിന്റ് ആട്ടാ കിട്ടിയുള്ളൂ. അടുത്തത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻപിടുത്തായിരുന്നു. അതിൽ നിന്ന് ജാനുവിന് കുറെ പോയിന്റ്സ് കിട്ടിയിട്ടാ. അതിലും നമശിവിന് ഒരു 25 പോയിന്റ്സും കിട്ടി. കിട്ടിയ പോയിന്റ്സും കൊണ്ട് ആ കുട്ടിയുടെ പിന്നാലെ നടക്കുന്നതേ ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവര് കളിച്ചു കിട്ടിയ സമ്മാനാണ് കേട്ടോ ഇത്. 2 കളറിംഗ് ബുക്കും ക്രയോൺസും. അവിടെ നിന്ന് DC ബുക്സ് കണ്ടതും നമശിവ അങ്ങോട്ട് ഒരു ഓട്ടോ ഓടിയിട്ടാ. നമശിവിന് ബുക്സ് വായിക്കണ ശീലമുണ്ട്. അപ്പൊ കുറെ നാളായിട്ട് പറയണു, അമ്മേ എനിക്ക് ഹാരി പോട്ടറിന്റെ ബുക്ക് ഒന്ന് വാങ്ങിച്ചു തരുമോന്ന്. അപ്പൊ ഞാൻ അവൻ അത് വാങ്ങിച്ചു കൊടുത്തുട്ടാ. പിന്നെ ഓരോ ഫ്ലോറിലും ഓരോ സൈഡുകളിലായിട്ട് ഇതുപോലെ ക്രിസ്മസ് അപ്പൂപ്പിനൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ. അങ്ങനെ അതെല്ലാം ആസ്വദിച്ച് നിൽക്കുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് റെഡിയായി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കത്തി വെച്ചിരുന്ന് ഇത്തിരി റെസ്റ്റ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ താഴത്തോട്ട് ഇറങ്ങി. ഇനി നമുക്ക് കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറികളൊക്കെ വാങ്ങാനുണ്ട്. എന്നും ഇതുപോലെ പർച്ചേസിന് വരുമ്പോഴും എന്റെ മക്കള് ഭയങ്കര ഹെൽപ്പാണ് കേട്ടാ. ജാനു ആണെങ്കിൽ ഓരോ കവറുകൾ എടുത്ത് അതിലേക്ക് ഞാൻ സെലക്ട് ചെയ്ത സംഭവങ്ങളാക്കി എടുത്തു വെക്കാനും, നമശിവ് നമ്മൾ ഈ വാങ്ങിച്ച സംഭവങ്ങളെല്ലാം ഇങ്ങനെ ഉന്തിക്കൊണ്ട് നടക്കാനും നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടാ. അവിടെയാണെങ്കിലേ ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിട്ടാ. എന്തായാലും ഇത്തവണ അതൊന്നും ആവശ്യമില്ലല്ലോ, അടുത്ത കൊല്ലം വാങ്ങാം. അപ്പൊ നമ്മൾ വാങ്ങിച്ച സംഭവങ്ങളെല്ലാം ബില്ലിട്ട് നമ്മുടെ പുതുമയുടെ കവറിലാക്കി നമ്മൾ തിരിച്ചതാ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടാ.